രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ധാരാളം വിമർശനങ്ങൾ വരുന്നുണ്ട്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി രാജിവെക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ആരും പറയുന്നില്ല, അല്ലെങ്കിൽ ആ തെറ്റിൻ്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കുന്നുമില്ല. അദ്ദേഹം പഞ്ചാരയടിച്ചു എന്നാണ് പറയുന്നത്. പഞ്ചാരയടി ഒരു ക്രിമിനൽ ഒഫൻസായി ഇതുവരെ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല, അങ്ങനെ ആരെയും ശിക്ഷിച്ചതായിട്ടും അറിവില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം പറയുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ അതിന് വിധേയമല്ലാതെ ഒരു കാര്യവും താൻ ചെയ്തിട്ടില്ല എന്നാണ്. നമുക്കറിയാം, വിദേശത്തുള്ള എഴുത്തുകാരി ഹണി ഭാസ്കരൻ, അവരുടെ ഫേസ്ബുക്ക് കുറിപ്പ് വായിച്ചാൽ നമുക്കറിയാൻ പറ്റും. അവരുടെ ഇൻസ്റ്റാ പോസ്റ്റിന് താഴെ ഹൃദയചിഹ്നം ഇടുകയും പിന്നീട് ശ്രീലങ്കൻ യാത്രാവിശേഷങ്ങൾ ചോദിക്കുകയും സ്വതവേ കമ്മിയായ ഹണി ഭാസ്കരനോട് നിലമ്പൂരിൽ ഇടതുപക്ഷം തോൽക്കുമെന്ന് ബെറ്റ് വയ്ക്കുകയും ചെയ്ത് ഇറങ്ങിപ്പോയ രാഹുൽ പിന്നീട് കുറേ ചാറ്റുകൾ അതിനകത്തുണ്ടായിരുന്നു. അതിനൊന്നും ഹണി ഭാസ്കരൻ മറുപടി നൽകിയില്ല എന്നാണ് ആ പോസ്റ്റിൻ്റെ സംക്ഷിപ്ത രൂപം, അതിൻ്റെ സംഗ്രഹം അങ്ങനെയാണ്. പക്ഷെ അതിനകത്ത് ഒരു ക്രിമിനൽ സ്വഭാവമുള്ളതായി കാണുന്നില്ല. ഹണി ഭാസ്കർ ഇയാളുടെ ചാറ്റുകളിൽ ഒരു കോഴി സ്വഭാവം മണക്കുന്നു എന്ന് പറയുന്നതുള്ളൂ. അതൊരു വ്യാഖ്യാനമാണ്, വായിച്ച വ്യക്തിയുടെ വ്യാഖ്യാനമാണ് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിന് തടിതപ്പാം. മറ്റ് ചില കാര്യങ്ങളും ചില പെൺകുട്ടികളോട് മോളൂസേ, പൊന്നൂസേ, സുന്ദരി, നിനക്ക് ജാടയാണോ, നിന്റെ ഫോൺ നമ്പർ തരൂ എന്നൊക്കെ പറഞ്ഞ ചാറ്റുകളും പഞ്ചാരയുടെ ഭാഗമാണ് എന്ന് നമുക്ക് വിലയിരുത്താം. പക്ഷേ ഈ ഗർഭചിത്രത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസിന് ലഭിച്ച പരാതിയും അതാണ്. ഗർഭചിത്രത്തിന് നിർബന്ധപൂർവം ഒരു സ്ത്രീയെ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ക്രിമിനൽ ഒഫൻസായി എടുക്കാവുന്നതാണ്. പക്ഷേ എങ്കിലും അവിടെയും ചില നിയമ തടസ്സങ്ങളുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. ഒന്ന്, ആ എതിർകക്ഷി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ആ യുവതി നേരിട്ട് പരാതി നൽകണമായിരുന്നു. ഇതൊരു മൂന്നാം കക്ഷിയാണ് പരാതി നൽകിയിട്ടുള്ളത്. മൂന്നാം കക്ഷി പരാതി നൽകി ആ പരാതിക്ക് FIR ഇട്ട് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇരയാക്കപ്പെട്ട ആ യുവതി രംഗത്ത് വന്ന് ഈ പരാതിയെ പിന്താങ്ങണം, എന്നോട് ഇങ്ങനെ പെരുമാറിയിരുന്നു, എന്നെക്കൊണ്ട് ഇങ്ങനെ ഗർഭഛിദ്രം നടത്തിയിരുന്നു എന്ന് പറയണം. അങ്ങനെ പറയാത്തിടത്തോളം കാലം ആ കേസ് നിലനിൽക്കില്ല. അതൊരു അപകീർത്തി ഈ പരാതി കൊടുത്ത ആൾക്കെതിരെ വേണമെങ്കിൽ അപകീർത്തി കേസ് രാഹുൽ മാങ്കൂട്ടത്തിന് ഫയൽ ചെയ്യാവുന്ന തരത്തിൽ കേസ് മാറിപ്പോകുമെന്നും നിയമോപദേശം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ ആരോപണങ്ങളിൽ എന്താണ് നിയമവശം? ഇയാൾ തെറ്റുകാരനാണോ? ഇയാൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഇയാൾ പഞ്ചാരയടിച്ചു, മോശം ചാറ്റുകൾ, അശ്ലീല സംഭാഷണങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് വാസ്തവമാണ്. അതിൻ്റെ തെളിവുകളും പുറത്തു വന്നു. ഇനി ഈ യുവതിയെ ഗർഭചിത്രത്തിന് വിധേയമാക്കി എന്നതിന് തെളിവായി, ഡിജിറ്റൽ തെളിവായി ടെലഗ്രാം ചാറ്റുകളും അതുപോലെ തന്നെ വാട്സപ്പ് ചാറ്റുകളും ഒക്കെ എടുത്ത് വയ്ക്കുകയാണെങ്കിലും ആ യുവതി കൂടി രംഗത്തെത്തി തന്നെ ഇതിനെ നിർബന്ധിപ്പിച്ചു അല്ലെങ്കിൽ നിർബന്ധിച്ചിരുന്നു എന്ന് വെളിപ്പെടുത്തിയാൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ അഴിക്കുള്ളിലാകൂ, അല്ലെങ്കിൽ ഇയാൾക്കെതിരെ ഒരു ക്രിമിനൽ ഒഫൻസ് നിലനിൽക്കുകയുള്ളൂ എന്നാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതേ അവസരം തന്നെ രാഹുലിനെ എങ്ങനെയാണ് പാർട്ടിക്കാർ വിശേഷിപ്പിച്ചിരുന്നത്? ചാറ്റർജി എന്നാണ് രാഹുലിനെ പാർട്ടിക്കാർ തന്നെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഇയാൾ ചാറ്റർജി നെഹ്റുവിൻ്റെ പിൻഗാമി ആയതുകൊണ്ടോ നെഹ്റുവിനെ നെഹ്റുവിൻ്റെ പാത പിന്തുടരുന്നത് കൊണ്ടല്ല ചാറ്റർജി എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ചാച്ചാ നെഹ്റു എന്നൊക്കെ നമ്മൾ വിളിക്കുമല്ലോ, അതുപോലെ അല്ല. ഇയാൾ നിരന്തരം ചാറ്റിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ചാറ്റർജി, അല്ലാതെ ചാച്ചാജി അല്ല. ഇത് ചാറ്റർജിയാണ്, നിരന്തരം ചാറ്റാണ്, അതും ടൈമർ വെച്ചാണ്. ഒരു സ്ത്രീക്ക് ഇന്ന സമയത്ത് മെസ്സേജുകൾ അയക്കുക, ഈ യുവതിക്ക് ഇപ്പോൾ അയക്കുക, മറ്റടുത്തവർക്ക് പിന്നീട്, ഇങ്ങനെയാണ് ചാറ്റുകൾ. എന്നിട്ട് ഇപ്പോൾ ഏറ്റവും പുതിയ പരാതി വന്നിരിക്കുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ അശ്ലീലമാണ്. വിവാഹം കഴിക്കാമെന്ന് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ യുവതിയോട്. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പദവി കിട്ടിക്കഴിയുമ്പോൾ ആ യുവതിയെ നിഷ്കരുണം തള്ളിക്കളയുകയാണ്. ഇത് ഒരേ സമയം ഒന്നിലധികം യുവതികളുമായി ഇത്തരത്തിലുള്ള ഇക്കിളി സംഭാഷണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. അതിലൊരു പെൺകുട്ടിയോട് ഗർഭചിത്രത്തിനെ നിർബന്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇയാൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ ഉള്ള ആരോപണങ്ങൾ. ഈ ആരോപണങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈസിയായി ഊരിപ്പോകും. വീണടം വിഷ്ണുലോകം, അതാണ് കോൺഗ്രസ് നേതാക്കളുടെ ഒരു രീതി. ഈ കേസൊക്കെ അയാൾക്ക് ഒരു പക്ഷേങ്കിൽ തിലകക്കുറിയായി മാറും, ചിലപ്പോൾ കിരീടത്തിലെ പൊൻതൂവലുകളായി മാറാനും സാധ്യതയുണ്ട്. ഇപ്പോൾ വളരെ പ്രശസ്തനായി കഴിഞ്ഞു. ജനങ്ങളൊക്കെ കുപ്രസിദ്ധിയാണെങ്കിലും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണ് എന്താണ് എന്നൊക്കെ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണടം വിഷ്ണുലോകം എന്ന് പറഞ്ഞ് ഇതിനെയും പുകഴ്ത്തി കാണിക്കും. കാരണം ആസനത്തിൽ ആല് മുളച്ചാലും ചിലർക്ക് അലങ്കാരമാണ്. മറ്റൊരു കാര്യം, ഇവരൊക്കെ വെട്ടിവീഴ്ത്തിയ ചില നേതാക്കളുണ്ട്. നിലമ്പൂരിൽ DCC പ്രസിഡന്റായ ജോയ്, അതുപോലെ തന്നെ അഭിജിത്ത്, അഖിൽ,
ഇങ്ങനെ തുടങ്ങിയ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെയൊക്കെ ചവിട്ടി വീഴ്ത്തിയിട്ടാണ് ഷാഫിയും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ ഉയർന്ന പദവികളിൽ എത്തിച്ചേർന്നത്. അവരുടെയൊക്കെ ശാപം ഇവരെ വേട്ടയാടുന്നുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ശിക്ഷിക്കപ്പെടണമെങ്കിലോ അറസ്റ്റ് ചെയ്യപ്പെടണമെങ്കിലോ കൃത്യമായി ഈ ആരോപണങ്ങൾ ഉന്നയിച്ച യുവതികൾ പോലീസിൽ പരാതി നൽകണം. CPM-ലാണെങ്കിൽ ഇതുപോലെ പരാതിയൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഈ പാർട്ടിയിൽ വച്ച് തന്നെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന രീതി എല്ലാ പാർട്ടിയിലും ഉണ്ടാകാം. CPM-ലും ഇതൊക്കെ ഉണ്ട്. അവർ നല്ലവരൊന്നും ഇത്തരം വിഷയങ്ങൾ ധാരാളം അവരുടെ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഉയർന്നു വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരുന്ന ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെങ്കിൽ ഈ പറയുന്ന യുവതികളിൽ ആരെങ്കിലും ഒരാൾ നേരെ പോയി പോലീസിൽ പരാതിപ്പെടണം. ഹണി ഭാസ്കരൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ആ പരാതി DGPക്ക് ഫോർവേഡ് ചെയ്യുകയോ പോലീസിന് ആഭ്യന്തര വകുപ്പിന് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെയെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഹണി ഭാസ്കരനെ അധിക്ഷേപിച്ചതിന് മറുനാടൻ മലയാളിയും അതുപോലെ തുടങ്ങിയ ആളുകളുമൊക്കെ പ്രതി ചേർക്കപ്പെടാം. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് പുറത്താണ്, ആ കേസിന് പുറത്താണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസുകളിൽ പ്രതി ചേർക്കപ്പെടുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുകയോ സാധ്യത വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇയാളെ കുറ്റക്കാരനെന്ന് വിളിക്കേണ്ടതുണ്ടോ, ഇയാൾ എന്ത് കുറ്റമാണ് ചെയ്തതെന്ന സംശയം ഞാൻ ആദ്യം പ്രകടിപ്പിച്ചതും.